ഈ ഉമ തോമസിന്റെ കാര്യം നോക്കിയില്ലേ, വിലയിരുത്തിയില്ല? ആ സ്റ്റേജ് കണ്ടു, വീഴ്ച കണ്ടു, ആ വീഴുന്നൊക്കെ കണ്ടല്ലോ. കേരളത്തിൽ അടിസ്ഥാനപരമായ ഒരു സുരക്ഷാ സംസ്കാരമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അത് നമ്മൾ സ്കൂൾ തലത്തിൽ തൊട്ട് പഠിപ്പിക്കേണ്ടതാണ്. അത് നമുക്ക് തൽക്കാലം സംഭവിക്കുന്നില്ല. രണ്ടാമത്തേത്, സുരക്ഷയ്ക്ക് വേണ്ടി വരുന്ന ചെറിയ മാർജിനൽ ചെലവുകൾ പോലും വഹിക്കാനായിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറല്ല. അപ്പോൾ അതുണ്ടാക്കുന്ന അസൗകര്യങ്ങൾ, പണച്ചെലവും ഒഴിവാക്കി ചില ഷോർട്ട് കട്ടുകൾ കാണുന്നു. അതിൻ്റെ കോൺസിക്വൻസ് വലിയ നഷ്ടങ്ങളായിട്ട് നമുക്ക് സമൂഹത്തിന് തിരിച്ചു വരുന്നു. കേരളത്തിൽ ഒരു വർഷം 1000-ൽ കൂടുതൽ ആളുകളാണ് ഫോളിംഗ് ഫ്രം ഹൈറ്റ് സിറ്റുവേഷനിൽ മരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? വർക്കിംഗ് അറ്റ് ഹൈറ്റ് എന്നുള്ളതിന് ഒരു ഗൈഡൻസോ അത് സൂപ്പർവൈസ് ചെയ്യാനുള്ള അറിവോ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമോ ഇവിടെ ഇന്ന് നിലവിലില്ല. ഈ ഉമ തോമസിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യരുതായിരുന്നു? ഒന്നാമത്തത്, ഈ സ്റ്റേജിന്റെ സംവിധാനം അത് സ്കാഫോൾഡിംഗ് വെച്ചുണ്ടാക്കുമ്പോൾ അതിന് വേണ്ട ചില നിർദ്ദേശങ്ങൾ ഉണ്ട്. പക്ഷേ നമുക്ക് ഈക്വലി ഷോക്കിംഗ് ആയിട്ടുള്ളത്, അവർ വീണ് കഴിഞ്ഞതിന് ശേഷം അവരെ കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത്, അത് ഒരാൾക്കൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ അവരോട് ചെയ്യാവുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് അവരെ പെട്ടെന്ന് വളച്ചുകൂട്ടി എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അനങ്ങാതെ, കഴുത്തിനും നട്ടലിനും വരികൾക്കും ക്ഷതമുണ്ടാകാതെ, ഫർദർ ക്ഷതമുണ്ടാകാതെ സുരക്ഷിതമായി ആംബുലൻസിൽ കയറ്റുക എന്നുള്ളതാണ് വേണ്ടത്. അത് 5 മിനിറ്റ് വൈകി ചെയ്യുന്നത് ആണ് ഏറ്റവും വേഗത്തിൽ ചോറ്റുകൂട്ടുന്നതിൽ നല്ലത്.